എന്റെ കാശ് തരില്ല. തരില്ല. എന്റെ കാശ് തരില്ല. തരില്ല. പിടിക്കണവനെ. ബംഗാളി ഒന്ന് നിക്കണോ? ആ സീറ്റ് ഒന്ന് തന്നിട്ട് പോളോ. നീ വേഗം ഓടിക്കോട്ടോ. നിന്റെ ഓട്ടം തീവ്രത്തില്ലട്ടാ. നിന്റെ പണി പറഞ്ഞിട്ട് നീ ഓടിക്കോ. തീവ്രമായിട്ട് ഓട്. നീ എന്നെ എവിടേക്കാ കൊണ്ടോണേ? എന്റെ കൈ വിട്ട ഞാൻ വരാടാ. ഞാൻ വരാം. അതെന്താടാ ഇങ്ങനെ? നിന്റെ സീറ്റ് എവിടെയാടാ? അതാണ് ഞാൻ പറഞ്ഞു വരണേ. സീറ്റ് ഒരു ബംഗാളി അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഏത് ബംഗാളി? അന്തോണിയാറിന്റെ പണിക്കാരല്ലേ ഒരു ബംഗാളി. ആ ബംഗാളി. ഇത് എന്റെ വണ്ടി അല്ലടാ, ഇതെന്റെ ഇളയപ്പന്റെയാ. അയാളത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് പോലും പറയാൻ പറ്റില്ലാട്ടോ. ഞങ്ങളെല്ലാരും അവന്റെ പിന്നാലെ ഓടി. എന്നിട്ട് അവനെ പിടിച്ചാ? ഇല്ലല്ലോ, അതല്ല വണ്ടി ഇങ്ങനെ ഇരിക്കണ. ഇന്നത്തെ മീറ്റിങ്ങിലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. സകലാണ് ഇതിനെ ശരിയാക്കിട്ടുണ്ട് കേട്ടാ. ഇത് ഞാനാണ് പറഞ്ഞതെന്ന് ആരോടും പറയാം. മാനേജർ ഇത് മൂടി വെച്ചിരിക്കുന്നു. ഞാനായതുകൊണ്ട് തുറന്നു പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇതൊന്നും ഒളിപ്പിച്ച് വെക്കാൻ അറിയില്ല. കൊച്ചു കുട്ടികളുടെ മനസ്സാണേ, അതുകൊണ്ടാ. നീയെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. ഒരു ആത്മാർത്ഥ സ്റ്റാഫ് ഒരു സ്ഥാപനത്തിന്റെ ഒരു അസിസ്റ്റ. അപ്പൊ ശരിട്ടാ. സെയില് മൊത്തം മോശമാണല്ലോ. അത് ഈറന്റെ ആണല്ലോ. ഈ മാസം മൊത്തം ചൂടാണല്ലോ. അടുത്ത മാസം മൊത്തം ചൂടാണല്ലോ. സെയില് കുറഞ്ഞ ഞാനും ചൂടാവല്ലോ. ആ എന്തോന്നായിട്ടില്ല പേയ്മെന്റ് വാങ്ങാൻ പോയിട്ട് എന്തായി? സ്ക്വാഷ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ സാറേ. സ്ക്വാഷാ? അല്ല സ്ക്വാഷ് അല്ല, ക്യാഷ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ സാറേ. എന്ത് ബുദ്ധിമുട്ട്? അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ലേ, അതിനാ ബുദ്ധിമുട്ട്. ആളുടെ കയ്യിൽ നിന്ന് പൈസ പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ട് സാറേ. സാറ് ആൾക്ക് കുറച്ച് കാശ് കൊടുത്ത് സഹായിച്ചാൽ മതി. ഞങ്ങളത് പോയി മേടിച്ചു കൊണ്ടു സാറിന് തരാം. ക്യാഷ് വാങ്ങാൻ ഞങ്ങൾ എല്ലാരും കൂട്ടിട്ടാ പോയത്. ഒരാളുടെ ക്യാഷ് മേടിക്കാൻ 3-4 പേരായിട്ട് പോണ? അല്ല, ഞങ്ങളത് യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയാ സാറേ. എന്നിട്ട് ക്യാഷ് കിട്ടിയാ? കിട്ടിയില്ല സാറേ. പകരം ബംഗാളി സീറ്റ് കൊണ്ടുപോയില്ലേ? പോയി സാറേ. വണ്ടി ആരും കാണാതിരിക്കാൻ വേണ്ടി മൂടി വെച്ചിരിക്കായിരുന്നു അല്ലേ? അത് മഴ കൊള്ളാണ്ടിരിക്കും മൂടിട്ടാ സാറേ. ഈ വേനൽക്കാലത്ത് മഴ പെയ്യാണല്ലോ. വേനൽ മഴ പെയ്യില്ലേ? ഇന്നലെ പെയ്തില്ലേ? ഞാൻ അറിഞ്ഞു. കുഞ്ഞുമോൻ എല്ലാം പറഞ്ഞു. ഈ സംഭവം പറയാനായിട്ടേ ഞാൻ സാറിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. നോണ സാറേ നോണേണത്. നല്ല കല്ല് വെച്ച് നോണ. അതെ ഇയാളെ ഞാൻ ഈ ബംഗാളിയുടെ പിന്നാലെ സീറ്റിന് വേണ്ടി ഓടിയതാ. അപ്പൊ എന്റെ ഓട്ടത്തിന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് എന്റെ പണി തെറിപ്പിച്ചോളാന്ന് ഇയാള്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവമേ നോണ. സാറിന് സംശയമില്ലേ? കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവും. സാറ് പറഞ്ഞിട്ട് ഓർമ്മയിലാണോ? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ പിന്നെ എത്ര പ്രാവശ്യം പറയണം? ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. തമാശക്കാ? ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാ തമാശ പറയുന്നത്? എനിക്ക് പിള്ളേരുടെ മനസ്സാ. അതെ, ചില തെണ്ടി പിള്ളേരുടെ. ഈ മാനേജറെ പിടിപ്പ് കേടോണ്ടാ ഈ സീറ്റ് പോയത്. എന്റെ പിടിപെടണമെന്നല്ല, ഈ വണ്ടി എന്റെ കിട്ടുമ്പോഴേ ഈ വണ്ടിയുടെ സീറ്റ് എങ്ങനെയാ? എത്ര തവണ സാറിന് പറഞ്ഞു അറിയോ സീറ്റ് മാറ്റുന്നത്? ആ സീറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ സാറേ. സെയില് വളരെ മോശമാണ്. കഴിഞ്ഞ മാസം സെയില് മോശമായിരുന്നു, ഈ മാസം സെയില് മോശമായിരുന്നു. ഫണ്ട് വേണ്ടേ? നന്നായി. എന്റെ സാറേ, എന്റെ അഭിപ്രായത്തില് ഈ മനുഷ്യൻ മാനേജറായിട്ട് ഇരിക്കാൻ ഒട്ടും യോഗ്യനല്ലേ. മനുഷ്യനാ മാനേജർ വിളിക്കടാ. താൻ പോടോ. എടാ, ഞാൻ അന്തസ്സായിട്ട് പരീക്ഷ എഴുതി പാസ്സായിട്ട് മാനേജറായത്. നിന്നെ പോലെ പോയി എക്സിക്യൂട്ടീവ് ആയിട്ട് നടക്കില്ല നീ. ഞാൻ വരുമ്പോഴേ മാനേജറാ. അതെ, ഞങ്ങളെ പോലെയുള്ള എക്സിക്യൂട്ടീവുകൾ അങ്ങാടിയിൽ കിടന്ന് ഇറങ്ങണ കാരണോ താൻ നമ്മുടെ കുടുംബമൊക്കെ കഞ്ഞി കുടിച്ച് പോണ. മനസ്സിലായ? എന്റെ പണികൾ ഞാൻ താനാറുണ്ടോ? മാനേജർ ഒരു ഉണക്ക മാനേജർ. എന്റെ പണികളെ താനാറുണ്ടോ? താനാ മുതലാളി ഇവിടുത്തെ? ഞാനാ മുതലാളി. ഞാനാ മുതലാളി. ഞാനാണ് ശരിക്കും മുതലാളി. എന്നാ ശരിക്കും മുതലാളി ഒന്ന് പറ. അടുത്ത എപ്പിസോഡിൽ ആ സീറ്റ് ഇവിടെ എത്തണം. പിന്നെ എൻ്റെ ഇളയപ്പനെ പറ്റി അറിയാലോ. അയാൾ മെഡിക്കൽ ഷോപ്പ് വിട്ടിട്ട് ഒരു മതയാന ഇളകിയ പോലെ കൊണ്ട് വരും. അതൊരു 1.5 വരവായിരിക്കും കേട്ടോ.